2,90,000 മെമ്പർഷിപ്പുള്ള അംഗമുള്ള പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാർക്ക് ഒരുങ്ങിയാലേ ഈ യൂത്തന്മാരെ ഞങ്ങളുടെ കൊടിയിൽ നല്ല കമ്പാണ് കൊടി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരിടാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഒരു കോൺഗ്രസ് പോലീസിന്റെ സഹായമില്ലാതെ ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഞങ്ങളുടെ മന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റെടുത്തു. പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. ഇതിലും 5 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് പത്തനംതിട്ട, കൊല്ലം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, അങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഏകദേശം 90 ലക്ഷം മെമ്പർഷിപ്പ് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് സഖാവ് വീണ ജോർജ്. അവരെ ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് അതിലും നല്ല രീതിയിൽ മാന്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനും അതിനുള്ള കെൽപ്പുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷ, ഏറ്റവും ബഹുമാനിയായ പത്തനംതിട്ട ജില്ലയുടെ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് സഖാവ് ബിന്ദു ചന്ദ്രമോഹൻ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച മഹിളാ അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് ലിസ ടീച്ചറെ, ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ് സഖാവ് ആർ ശ്യാമ, മഹിളാ അസോസിയേഷന്റെ ഭാരവാഹികളായിട്ടുള്ള ജയശ്രീ, തുളസിമണി, ദിവ്യ റജി, സവിത, പുഷ്പലത, ഇന്ദിരാദേവി അടക്കമുള്ള നേതാക്കന്മാരെ, വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരിമാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം ഞങ്ങൾ സംഘടനാപരമായ രീതിയിൽ കമ്മിറ്റി കൂടി താഴോട്ട് നിർദ്ദേശം കൊടുത്തെടുത്തിട്ടുള്ള ഒരു തീരുമാനമല്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് മെസ്സേജ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളാണ്. നമുക്ക് സ്വാഗതപ്രസംഗം ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷ ഇവിടെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്താകെ തന്നെ കോൺഗ്രസുകാരും BJP-ക്കാരും ഒക്കെ കൂടിയിട്ട് സർക്കാർ അവിടെ കയറി ചെന്ന് ആശുപത്രികളെ, അവിടെ കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ ദൈനംദിനം വന്നു കയറുന്നതായ രോഗികളുണ്ട്. ഈ രോഗികൾക്കെല്ലാം തടസ്സമുണ്ടാക്കിക്കൊണ്ട് ആശുപത്രിയിലെ മായ പ്രവർത്തനം നടത്താൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസുകാരുടെ അട്ടഹാസങ്ങളും അഹങ്കാരങ്ങളും അവർ ആശുപത്രികളിൽ നടത്തുകയാണ്. എന്തിനാണ് ഈ സമരം നടത്തുന്നത് കോൺഗ്രസുകാരെ? ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു വാക്കിൽ പറഞ്ഞാൽ, കോൺഗ്രസുകാരുടെ വിഷയ ദാരിദ്ര്യമാണ് അവരെ ഇതുപോലെയുള്ള സമര ആഭാസങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഈ അടുത്ത സമയത്തായിട്ട് നമുക്കറിയാം, ചൂരൽമലയിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി പിരിച്ച അത് ഏകദേശം 1 കോടിയോളം വരുന്ന രൂപ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അത് തട്ടിയെടുത്തത് എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് തന്നെയാണ്. അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം രൂപ തട്ടിമാറ്റിയതെന്നുള്ള പ്രചരണം ലോകമെമ്പാടും സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജാലിത മറക്കാൻ വീണത് വിദ്യ എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസുകാര് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു വീട്ടമ്മ 2 കുട്ടികളുടെ അമ്മയാണ് അവിടെ മരണപ്പെട്ടത്. കാരണം ഇവിടെ സൂചിപ്പിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ്ട് 75 വർഷക്കാലത്തെ പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. അതിലെ പഴയ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിനകത്തുള്ളിലുണ്ടായിരുന്നതായ ശുചിമുറി അത് ഇടിഞ്ഞു വീണ് ബാത്റൂമിലേക്ക് പോയ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരി, ഇത് ഇടിഞ്ഞു വീണ് അവരുടെ തലയിൽ വീണു. അതിന്റെ പൊടിയും മറ്റുമെല്ലാം വീണ് അവർ ആ മണ്ണിനടിയിൽ വീണ് അവർ മരിച്ചു. പക്ഷെ ഈ മരിച്ച സംഭവം, അപ്പൊ അമ്മ രാവിലെ പോയി അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ മുറിയിൽ, ഈ ശുചിമുറിയിൽ നിങ്ങൾ ആരും പോകരുത്. അവിടെ ആശുപത്രി ആ വാർഡിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ടോയ്ലറ്റിലും ബാത്റൂമിൽ പോകുന്നതിനു വേണ്ടി ആരോഗ്യ വകുപ്പ് ആ മുറിക്കുള്ളിൽ തന്നെ, ആ വാർഡിൽ തന്നെ പ്രത്യേക ശുചിമുറി പണിതു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം തിരക്കുള്ളവരാണ്.
പെട്ടെന്ന് സ്ത്രീകളെ അവർക്ക് പെട്ടെന്ന് തങ്ങളുടെ ജോലി തീർക്കണം. അവർ രാവിലെ മറ്റുള്ളവരൊക്കെ വരുന്നതിന് മുമ്പ് ആ പ്രഭാതത്തിൽ തന്നെ അവിടെ ബാത്റൂമിൽ കയറി കുളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, മഴ പെയ്ത് എല്ലാം കുതിർന്നിരുന്ന് അത് ഇടിഞ്ഞു വീണ് ആ പാവപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു. പക്ഷെ അവർ മണ്ണിനടിയിലും അത് ഇഷ്ടികക്കടിയിലും എല്ലാം കിടക്കുന്നത് അവിടെ സന്ദർശിക്കാൻ ചെന്ന ചാണ്ടി ഉമ്മൻ അറിയാമായിരുന്നു. ആ ചാണ്ടി ഉമ്മൻ ഡോക്ടറോടും വന്ന മാധ്യമക്കാരോടും പറഞ്ഞു, ഇനി ആരുമില്ല, വന്നവരെ എല്ലാം എടുത്തു വന്നു. പക്ഷേ ആ ചാണ്ടി ഉമ്മനോട് ബിന്ദുവിന്റെ മകൾ പറയുന്നുണ്ട്, എന്റെ അമ്മയെ കാണാൻ എന്റെ അമ്മയെ കണ്ടില്ല, അമ്മ ശുചിമുറി പോയതാണ്, എന്റെ അമ്മയെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വന്ന മാധ്യമക്കാരോടാണെങ്കിലും മറ്റ് സന്നദ്ധ പ്രവർത്തകരോടാണെങ്കിൽ പോലും ഈ ശുചിമുറിയിൽ പോയിട്ട് ഈ മണ്ണ് നീക്കം ചെയ്യുവാനുള്ളതായ സംവിധാനം ചെയ്യാതെ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ റിപ്പോർട്ട് കൊടുത്തു. ആരും ഇനിയും ഇല്ല എന്ന്. ഡോക്ടർമാരും നമുക്കറിയാം, ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവ സ്ഥലത്ത് ചിലപ്പം അവർ വിവിധ മേഖലയിൽ രോഗികളെ പരിശോധിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഞങ്ങൾ പറഞ്ഞല്ലോ, നിർഭാഗ്യകരമായ സംഭവമാണ്. ആ ബിന്ദുവിന്റെ മരണത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ദുഃഖിക്കുന്നുണ്ട്. ആ ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു സംഭവം ഉണ്ടായി, മരിച്ചുപോയി. ആ മരിച്ചതിന്റെ പേരിൽ ആ മൃതശരീരം എടുത്തുകൊണ്ട് ആ മൃതശരീരം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കിട്ടിയ അവസരമാണ്, അത് മുതലാക്കാൻ വേണ്ടി നടക്കുന്ന നാണംകെട്ട കോൺഗ്രസുകാരെ, ഇതല്ല അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ബിന്ദുവിനെ എടുക്കുവാൻ, അവരെ ആംബുലൻസിൽ കൊണ്ടുപോകുവാൻ, അവരുടെ വീട്ടുകാർക്ക് സമാധാനം കൊടുക്കുവാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ചെയ്യേണ്ട കോൺഗ്രസുകാരെ മനഃപൂർവ്വം ചാണ്ടി ഉമ്മനാണ് ഈ മരണത്തിന്റെ യഥാർത്ഥ കുറ്റവാളി എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇവിടെ മരണം, നിലമ്പൂർ ഇലക്ഷൻ വന്നു. ആ സമയത്താണ് മലബാർ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഒരാളിനെ കൊലപ്പെടുത്തി ചവിട്ടിക്കൊന്നത്. നമുക്കറിയാം, കാട്ടാന പെരുകിയിരിക്കുകയാണ്, പന്നികളുടെ ശല്യമുണ്ട്, കരടിയും പുലിയും കടുവയും എല്ലാം നാട്ടിലിറങ്ങി വനപ്രദേശത്തിനോട് അടുത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ കയറി അവരുടെ മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ കൊല്ലുന്നുണ്ട്. ഇതാരുടെ കുറ്റമാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാരിന്റെ കുറ്റമാണോ? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ പറയും പിണറായി രാജിവെക്കെ. പിണറായി ഉടനെ രാജിവെച്ചേ മതിയാകുകയുള്ളൂ. ഞങ്ങൾ ചോദിക്കട്ടെ, ഈയിടെ ഒരു വിമാന അപകടത്തിൽ എത്ര പേരാ? 265 പേര് മരിച്ചില്ലേ? നമുക്ക് ദുഃഖമുണ്ട്. നമ്മുടെ ജില്ലയിലെ ഒരു സിസ്റ്റർ മരിച്ചു, നമ്മളെല്ലാവരും അവിടെ പോയി, നമുക്ക് ദുഃഖമുണ്ട്. അത് പിണറായിയുടെ കുറ്റമാണോ? പിണറായിയുടെ കുറ്റമാണോ പ്ലെയിൻ അപകടത്തിൽ 265 പേര് മരിച്ചത്? IPL മേളയിലെ കർണാടകത്തിൽ ആരാണ് മാങ്കൂട്ടം ഭരിക്കുന്നത്? കോൺഗ്രസുകാരാണ് ഭരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി അവിടെ IPL മേളയിൽ 11 പേരാണ് കൊല ചെയ്യപ്പെട്ടത് തിക്കിലും തിരക്കിലും. UP-യിലെ കുംഭമേളയിൽ എത്ര പേർ മരിച്ചു? അന്നൊന്നുമില്ലാത്ത ഈ സഹതാപം ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്നു, BJP-ക്ക് ഉണ്ടായിരിക്കുന്നു. എന്തിനാണ് ഈ സഹതാപം? നിങ്ങൾക്കുണ്ടാവും. ഒരു കോൺഗ്രസുകാരൻ പറഞ്ഞതാ, എന്റെ സഖാവെ, കേന്ദ്രത്തിൽ ഞങ്ങൾക്കൊന്നുമില്ല, കേരളത്തിലും ഞങ്ങൾക്ക് ഭരണമില്ല, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് അനാഥപ്രേതത്തെ പോലെ നടക്കുകയാണെന്ന്. അപ്പോൾ ഭരണം, അധികാരമില്ലെങ്കിൽ ഒരു നിമിഷം പോലും കോൺഗ്രസുകാർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. 9 വർഷമായിട്ട് കോൺഗ്രസുകാരൻ കൈകാളിയിരുന്നതായ പത്തനംതിട്ട ആറന്മുള നിയോജക മണ്ഡലം വീണ ജോർജ് ആ മണ്ഡലത്തിൽ സ്ഥിരമായി ജയിക്കുകയും 2ാം തവണ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ ഇരുന്ന ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ അവരുടെ പിൻഗാമിയായിട്ടാണ് നമ്മുടെ വീണ ജോർജ് വന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാധ്യമക്കാര് കേൾക്കണം, 971 കോടി രൂപയാണ് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലേക്ക്, ആശുപത്രികളിലേക്ക് പുതിയ കെട്ടിടങ്ങളും ആശുപത്രിയിൽ ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് വേണ്ടി 971 കോടി രൂപയാണ് വീണ ജോർജ് ഈ സമയം വരെയും ചിലവഴിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി പുതിയ കെട്ടിടത്തിന് പണി ആരംഭിച്ചിരിക്കുന്നു.
ആ പുതിയ കെട്ടിടം പണിയുമ്പോൾ അവിടെ ഓപ്പറേഷനും മറ്റും കഴിഞ്ഞിരുന്ന രോഗികളെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ വഴക്കിന് വരുന്നിരിക്കുന്നു. എന്തിനാ ഇവിടെയുള്ള അവര് ഇവിടെ കിടന്ന് മരിക്കണോ? ഒരു കാര്യം നടത്താൻ സമ്മതിക്കത്തില്ല. കോരഞ്ചേരി കെട്ടിടം പണി, റാന്നിയിൽ 5 നിലയുള്ള താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ 7 നിലയും കൂടെ പണിതിട്ട് 12 നിലയാകാൻ പോവുകയാണ്. അടൂര് വല്ലനെ ആശുപത്രി, ഇന്നലെ കോൺഗ്രസ്സുകാരോടെ പോയി തല്ലി തകർത്ത വല്ലനെ ആശുപത്രി, അവിടെ ഈ കോൺഗ്രസിന്റെ എന്ത് സംഭാവനയാ ഉള്ളത്? എന്താ സംഭാവനയാണ് വല്ലനെ ആശുപത്രിക്ക്? CS സുജാത MP ആയിരുന്നപ്പോൾ പണിത കെട്ടിടമാണ്. ഇപ്പോൾ 2.5 കോടി രൂപ മന്ത്രി വീണ ജോർജും നീക്കിവെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്തത്? കോട്ടയം എടുത്ത് പരിശോധിക്കേ. 35 വർഷമായിട്ട് ഈ ചാണ്ടി ഉമ്മന്റെ അപ്പൻ ഉമ്മൻചാണ്ടി 35 വർഷമായിട്ട് കോട്ടയം ജില്ലയെ പ്രതികരിക്കുന്ന MLA ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതികരിച്ച MLA ആണ്. എടാ, കോട്ടയം ജില്ലയാണെന്നും എന്റെ ജന്മസ്ഥലം ഈ ജില്ലയാണെന്നും ഇവിടെ ഒരു ജില്ലാ ആശുപത്രി ഉണ്ടെന്നും ഈ ആശുപത്രി ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ മാറ്റി ഇവിടെ പല നിലകളുള്ള ഒരു കെട്ടിടമാക്കി മാറ്റാൻ കോട്ടയം മെഡിക്കൽ കോളേജിനെ കേരളത്തിലെ 1ാമത്തെ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റണമെന്ന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾക്ക് തോന്നണ്ടേ? അവരവരുടെ മണ്ഡലത്തിൽ എന്ത് വികസനം, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സ്വന്തം മണ്ഡലത്തിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതാണ് നമ്മൾ ആ തീരുമാനമെടുക്കുന്നത്. ഇവിടെ പഞ്ചായത്തുകളിലാണേലും അതുപോലെ തന്നെ മണ്ഡലത്തിലാണേലും രാഷ്ട്രീയം നോക്കിയല്ല വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത്. ആ നാട് നമ്മുടെ നാടാണ്, നമ്മുടെ മണ്ഡലമാണ്, ഞാൻ വസിക്കുന്ന വില്ലേജാണ്. അവിടെ എന്ത് വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു നാടിന്റെ നന്മയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ 91 സീറ്റിൽ നിന്നും 99 സീറ്റോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഇപ്പൊ ഒരു സ്കൂള് വന്നത്? ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂളിൽ ഒരു സ്കൂള് നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി, ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സ്കൂള് കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. നിഷേധിക്കാൻ പറ്റുമോ കോൺഗ്രസ്സുകാരെ? നിങ്ങൾക്ക് നിഷേധിക്കാൻ എങ്ങനെ പറ്റും? കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഈയിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഓസ്ട്രേലിയയിൽ പോയിരിക്കുമായിരുന്നു അവിടുത്തെ പാർലമെന്റിൽ പങ്കെടുക്കാൻ. അവിടുത്തെ ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ വിളിച്ചതനുസരിച്ച് കേരളത്തിലെ ഗവൺമെന്റിന്റെ അനുവാദത്തോടും ഇന്ത്യ ഗവൺമെന്റിന്റെ അനുവാദം വേണം വിദേശത്തേക്ക് മന്ത്രിമാര് പോകണമെങ്കിൽ. അവരുടെ അനുവാദത്തോടുകൂടി ഓസ്ട്രേലിയൻ പാർലമെന്റിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ആരാ? വീണ ജോർജ് അവതരിപ്പിച്ചത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വീണ ജോർജ് അവിടെ പോയത്. അപ്പൊ ആശുപത്രി രംഗത്ത് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സർക്കാർ കഴിഞ്ഞ 9-10 വർഷമായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രതിപക്ഷ MLA-മാരായിരിക്കുന്ന മണ്ഡലത്തിൽ പോലും മണ്ഡലം ആരുടേതാണെന്ന് നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ടൂറിസം മേഖലയിൽ, അതുപോലെ തന്നെ റോഡുകൾ, നമ്മുടെ ഈ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡുകൾ, മൂവാറ്റുപുഴ പുനലൂർ റോഡ് പ്രതിപക്ഷത്തിന് MLA എന്നുള്ള നിലയിൽ കുറെ കാലം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. 13 പ്രാവശ്യം സഖാവ് രാജു എബ്രഹാം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോഴാണ് ആ റോഡ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എത്രയോ എല്ലാ കാര്യങ്ങൾ, എന്തൊക്കെ മേഖലയിൽ, സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് തെറ്റായിട്ട് വാർത്തകളൊക്കെ കൊടുക്കുമെങ്കിൽ പോലും മാധ്യമക്കാര് പോലും സമ്മതിച്ചിട്ടുണ്ട് 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് കോൺഗ്രസുകാർക്ക്. ഇനിയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയില്ല, അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുക എന്നത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്.
ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷനുണ്ട്. ഞങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവരും അവരുടെ ആളുകൾ തന്നെ പറഞ്ഞ ഇയാൾ വ്യാജനാണെന്ന്. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുവാൻ വേണ്ടി വ്യാജ കാർഡ് ഉണ്ടാക്കി സംസ്ഥാന പ്രസിഡന്റായി. ആ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് കൊണ്ട് പരാതി കൊടുത്തു, കോടതി കണ്ടെത്തി ഇയാൾ വ്യാജനാണെന്ന്. ഇപ്പോൾ ചൂരൽമലയിലെ ഫണ്ട് തട്ടിമറിച്ചതും ഇയാൾ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അയാള് ഈ അല്പന ഐശ്വര്യം വെക്കുമ്പോഴുണ്ടല്ലോ, അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് നമ്മുടെ പഴമക്കാരൊക്കെ പറയും. അർദ്ധരാത്രിക്ക് എന്ന് പറഞ്ഞ പോലൊക്കെയുള്ള ഞാൻ ആദ്യത്തെ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഈ കണ്ടതെല്ലാം ദേവലോകമാണ് അയാൾക്ക്, അല്ലേ? പുതിയതായിട്ട് കയറി വ്യാജ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി വ്യാജനായി വന്നപ്പോൾ ചെറിയ യൂണിറ്റുകളിൽ നിന്ന് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരും മഹിളാ അസോസിയേഷൻകാരും ഞങ്ങളൊക്കെ താഴെ യൂണിറ്റിൽ നിന്നും പ്രവർത്തിച്ചു മേഖലയിൽ നിന്നും അങ്ങനെ മുകളിലോട്ട് കടന്നു വന്ന സംഘടനാ പാഠമുള്ളവരാണ് ഇടതുപക്ഷത്തിന്റെ ബഹുജന സംഘടനക്കാർ. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ശ്യാമ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം കോൺഗ്രസ്സുകാരെ സൂചിപ്പിക്കുകയാണ്.